വയനാട്ടിലെ ദുരന്തം നടന്ന ശേഷം കേരളം അതിനോട് പ്രതികരിച്ച രീതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരിക്കുടിയെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നു. സൈന്യം പെട്ടെന്നെത്തുന്നു, സ്കൂബ ടീം, പോലീസ്, ഫയർഫോഴ്സ്, നേവി, അസാധ്യമായ സ്ഥലങ്ങളിൽ പോലും സൈന്യം ഹെലികോപ്റ്റർ ഇറക്കുന്നു നമ്മൾ കണ്ടു. വ്യോമസേന, നാട്ടുകാർ, ആരോഗ്യ പ്രവർത്തകർ, യുവജന പ്രസ്ഥാനങ്ങളിലെ ആളുകൾ, മന്ത്രിമാര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർ മുതൽ സകല ആളുകളും, ഓഫ് റോഡേഴ്സ് മുതൽ എത്ര പേരാണ് നമ്മൾ വയനാടിന്റെ ആ ആളുകളുടെ കരുതൽ നമ്മളൊക്കെ കാണുകയാണ്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് പേരെ അവിടുന്ന് രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു 2ാം ഫേസ് 3ാം ഫേസ് ഒക്കെ ഉണ്ട്. റീഹാബിലിറ്റേഷൻ ഫേസ് ഉണ്ട്, റീബിൽഡ് ഫേസ് ഉണ്ട്. മാനസികാരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ സഹായം ആവശ്യം വരുന്ന 2ാമത്തെയും 3ാമത്തെയും ഫേസുകൾ വരാനിരിക്കുന്നുണ്ട്. മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പുനരധിവാസം എന്നൊക്കെ പറയുന്നത്. വിദഗ്ധരായവരൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാത്തവർ അവിടെ പോവാതിരിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശം നമ്മളൊക്കെ കേട്ടു, അനുസരിച്ചിരിക്കുകയാണ്. പണം എത്തിക്കേണ്ടത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെയുള്ള നമുക്ക് ഏറ്റവും വിശ്വസനീയമായ മാർഗങ്ങളിൽ കൂടെ തന്നെ ആയിരിക്കണം. ഞാൻ എന്റെ പാർട്ടി ചെയ്യുന്നു, നമ്മളെല്ലാവരും ആ പാർട്ടി ചെയ്യുന്നവരാണ്. ഈ സമയം തന്നെയാണ് നമ്മൾ അങ്ങനെ പണം എത്തിക്കേണ്ട, സഹായം എത്തിക്കേണ്ട കൃത്യമായ സമയമാണ്. ഒരു മടിയും വിചാരിക്കാതെ നമ്മളൊക്കെ അതിന് തുനിഞ്ഞിറങ്ങണം.